കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതികൾ ഉയർന്നു വരികയാണ്. കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കോടേരി മർദ്ദിച്ചുവെന്നാണ് പരാതി. 2017 വളവട്ടണം SI ആയിരിക്കെ നാറാത്ത് സ്വദേശിയായ വർക്ക്ഷോപ്പ് ഉടമ അഷ്റഫിന്റെ കർണപുടം അടിച്ചു തകർത്തുവെന്നാണ് പരാതി. വർക്ക്ഷോപ്പിന്റെ മേൽവാടകയെ ചൊല്ലിയുള്ള പരാതിയെക്കുറിച്ച് സംസാരിക്കാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയപ്പോഴായിരുന്നു മർദ്ദനം. മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പോലീസ് മേധാവിക്കും നൽകിയ പരാതികൾ സ്വീകരിച്ചില്ല എന്നും കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് പിന്നീട് കേസെടുത്തതെന്നും അഷ്റഫ് പറഞ്ഞു. 2/6/2017 സംഭവം. എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഒരു വാടകേൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ഉണ്ടായത്. അപ്പം ഞാൻ ആ വർക്ക്ഷോപ്പ് മേൽവാടകയ്ക്ക് എടുത്തത്. അപ്പോൾ ആ മേൽവാടകയ്ക്ക് എടുത്ത വ്യക്തി അതിൻ്റെ യഥാർത്ഥ ഓണർക്ക് വാടക കൊടുക്കാതുകൊണ്ട് അയാൾ ഈ കോടതി കേസ് കൊടുത്തു. ഈ വാടക ഇതായിട്ടുള്ള കോടതിയിൽ കേസ് കൊടുത്തിട്ട് എന്നെ 2ാം പ്രതിയാക്കി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവനോട് വാടക ചോദിക്കുമ്പോൾ വാടക തരണമെങ്കിൽ എന്നെ കേസ് തീരാണ്ട് തരില്ല എന്ന് തൊട്ട് ഞാൻ അവനു. അപ്പോൾ ഇവരത് ശ്രീജിത്ത് കോടേരിൻ്റെ അടുത്ത് അന്ന് അയാൾ വളവട്ടണം SI ഇവിടുത്തെ ടൗൺ CI ആയ ശ്രീജിത്ത് കോടേരി അന്ന് വളവട്ടണം SI അടുത്ത് കംപ്ലൈൻറ്റ് അയാൾ അവിടെ നിന്ന് പോലീസുകാർ അയച്ചിട്ട് എന്നെ വളവട്ടണം സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. വൈകുന്നേരം ഒരു 3 മണിക്ക്. അന്ന് നോമ്പാണ്, 2ാമത്തെ നോമ്പാണ്. അങ്ങനെ പിടിച്ചുകൊണ്ടുപോയി പോയപാടെ എന്നെ അവിടെ കസേല ഇരുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ലോക്കപ്പിൻ്റെ അടുത്ത റൂമിലുള്ള അടുത്ത് ഇരുത്തിയിട്ട് എന്നെ നീ പൈസ എടുക്കാണ്ട് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2 കൈ കൊണ്ട് എന്നെ ചെവി 2 അടച്ചടിച്ചു. അപ്പോൾ എനിക്ക് പിന്നെ അത് ഒരു വിസിൽ പോലത്തെ സൗണ്ടൊക്കെ തോന്നി. പിന്നെ കുറേ സമയം അവിടെ നിർത്തി. പിന്നീട് അയാൾക്ക് തോന്നിയിട്ട് എന്നെ വിട്ടയച്ചു. ഞാൻ പിന്നെ പിറ്റേന്ന് അന്ന് വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം നടക്കും. വെള്ളിയാഴ്ച ശനിയാഴ്ച ഞാൻ AKG ഹോസ്പിറ്റൽ ഡോക്ടറെ കണ്ടു. അവിടുത്തെ ENT ഡോക്ടറെ കണ്ടപ്പം എൻ്റെ കർണപുടം 2 പൊട്ടിയിട്ടുണ്ട്, നിങ്ങൾ അഡ്മിറ്റാണോ എന്ന് പറഞ്ഞു. അപ്പം ഞാനന്ന് എന്തോ ശനിയാഴ്ച അല്ല, എനിക്ക് വർക്ക്ഷോപ്പിൽ വണ്ടിയൊക്കെ കൊടുക്കാൻ, ശനിയാഴ്ച ആകുമ്പോൾ വണ്ടിയൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് ഞാനന്ന് മരുന്നൊക്കെ കുറിച്ച് വാങ്ങിയിട്ട് ഇതായി. പിറ്റേന്ന് എനിക്ക് വേദന കൂടിയപ്പോൾ ഞാൻ ഞായറാഴ്ച പോയിട്ട് അഞ്ചപ്പം എന്നെ അഡ്മിറ്റ് ആക്കി. ഞാൻ ഇതുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇത് കോടതി ഇതെല്ലാം പോയി എനിക്ക് സ്റ്റേഷനിൽ പോയിട്ട് അവരെ എടുത്തില്ല. അവസാനം ഞാൻ കോടതിയിൽ നേരിട്ടിട്ട് കേസ് കൊടുക്കുകയാണ്. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കാം. വിശദാംശങ്ങൾ സുനിൽ ഐസക് നൽകും. സുനിൽ, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് അഷ്റഫിന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ദുരനുഭവം നേരിടേണ്ടി വന്നത്? ഇതിനെതിരെ ഒരു കേസ് എടുക്കാൻ പോലും എത്ര വലിയ നിയമ പോരാട്ടമാണ് അഷ്റഫിന് നടത്തേണ്ടി വന്നത്? ഗുഡ് മോർണിംഗ്. സുജിത്തിന്റെ പോലീസ് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവരികയും അത് വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ചയാവുകയും ചെയ്തതിന് പിന്നാലെയാണ് പോലീസിന്റെ ക്രൂര മർദ്ദനങ്ങളുടെ വാർത്തകളും വെളിപ്പെടുത്തലുകളും വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കട്ടാമ്പള്ളി നാറാത്ത് സ്വദേശിയായ അഷ്റഫിന്റെ കഥ. അഷ്റഫ് ഏതാണ്ട് 8 വർഷമായി പോലീസിന്റെ അതിക്രമത്തിനെതിരെ, ക്രൂരമർദ്ദനത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ്. 2017 ജൂൺ മാസം 2-ാം തീയതിയാണ് അഷ്റഫിന് പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേൽക്കുന്നത്. ആ മർദ്ദനത്തിൽ അഷ്റഫിന്റെ 2 കർണപുടങ്ങളും തകർന്ന സാഹചര്യമുണ്ടായത്. അതായത് ഈ കട്ടാമ്പള്ളിയിലെ തന്നെ ഈ കോട്ടക്കുന്ന് ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്ത് ഒരു വർക്ക്ഷോപ്പ് വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനിൽ നിന്ന് മറ്റൊരാൾ ഇത് വാടകയ്ക്കെടുത്തു. അയാളിൽ നിന്നാണ് അഷ്റഫ് ഇത് വാടകയ്ക്കെടുക്കുന്നത്. ഈ വാടകയ്ക്ക് ആദ്യം എടുത്ത വ്യക്തിയും ഇതിന്റെ വർക്ക്ഷോപ്പിന്റെ ഉടമയും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് വാടകയുമായി ബന്ധപ്പെട്ട്. അതേ തുടർന്ന് ഈ വർക്ക്ഷോപ്പിന്റെ ഉടമ പോലീസിൽ പരാതി നൽകി. പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ ഈ വർക്ക്ഷോപ്പും ഉടമയും അത് ആദ്യം വാടകയ്ക്കെടുത്ത ആളും തമ്മിലാണ് പ്രശ്നമുള്ളത്. പക്ഷേ പോലീസ് ചെയ്തത്, നിലവിൽ അത് നടത്തിക്കൊണ്ടിരുന്ന അഷ്റഫിനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസുകാരെ വിട്ട് ബലമായി പിടിച്ചുകൊണ്ടു പോവുകയാണ്. അവിടെ എത്തി കാര്യങ്ങളൊന്നും ചോദിക്കുക പോലും ചെയ്യാതെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് അഷ്റഫ് പറയുന്നത്. അഷ്റഫിന്റെ വയറിന് ഇടിക്കുകയും 2 കൈകൾ കൊണ്ടും 2 ചെവികളിലും ആഞ്ഞടിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് അപ്പോൾ തന്നെ ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അയാളെ പറഞ്ഞയച്ചു. കാരണം ഇയാളല്ല യഥാർത്ഥ പ്രതി എന്ന് അപ്പോഴാണ് പോലീസിന് മനസ്സിലായത്. ഇതേ തുടർന്ന് ഇയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും തുടർന്ന് പിറ്റേ ദിവസം ഈ ചെവിയുടെ വേദന അസഹ്യമായതിനെ തുടർന്ന് കണ്ണൂർ AKG ആശുപത്രിയിൽ എത്തുകയും ചെയ്തു. AKG ആശുപത്രിയിലെ ENT സർജനെ കൊണ്ട് പരിശോധിപ്പിക്കുമ്പോഴാണ് കർണപുടത്തിന് 2 കർണപുടത്തിനും പൊട്ടൽ സംഭവിച്ചു എന്ന വിവരം അറിയുന്നത്. മാത്രമല്ല ദുരനുഭവമാണ് അഷ്റഫിന് നേരിടേണ്ടി വന്നത്. 2017 നടന്ന സംഭവമാണ്. 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. കോടതി അടക്കം ഇടപെട്ടാണ് കേസ് എടുത്തത് എന്നും പറയുന്നു. ഒടുവിൽ ഈ കേസന്വേഷണം എന്തായി? അതെ, അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏതാണ്ട് 35% കേൾവി ശക്തി നഷ്ടപ്പെട്ട ഈ മനുഷ്യൻ
പിന്നീട് ഇപ്പോൾ നിലവിൽ കണ്ണൂർ ടൗൺ SHO ആയിട്ടുള്ള അന്നത്തെ വളപട്ടണം SI ശ്രീജിത്ത് കൊടേരിക്കെതിരെ മുഖ്യമന്ത്രിക്കും SP അടക്കമുള്ള ആളുകൾക്കും പരാതി നൽകിയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ആ പോലീസ് തയ്യാറായില്ല, ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല. പിന്നാലെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. കോടതിയുടെ നിർദ്ദേശാനുസൃതമാണ് ശ്രീജിത്ത് കൊടേരിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസിൽ അതിന്റെ വിചാരണ നടപടികൾ തന്നെ ഏറ്റവും ഒടുവിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. കാരണം 8 വർഷമായി പോലീസിന്റെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു നിയമയുദ്ധത്തിൽ നടത്തേണ്ട അവസ്ഥയിലാണ് അഷ്റഫ് ഉള്ളത്. മാത്രമല്ല ഇപ്പോഴും അഷ്റഫിന് ഏതാണ്ട് 35%-ലധികം ആ കേൾവി ശക്തിക്ക് തകരാറുണ്ടെന്ന് ഡോക്ടർമാർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ശ്രീജിത്ത് കൊടേരിയെ കുറിച്ച് പറഞ്ഞാൽ നേരത്തെ തന്നെ നിരവധി ആരോപണങ്ങൾ ഉയർന്ന ഒരു വ്യക്തിയാണ്. നേരത്തെ കണ്ണൂര് ടൗൺ SHO ആയിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വ്യാപാരിയിൽ നിന്ന് ഉപഹാരം കൈപ്പറ്റിയെന്ന അടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് ശ്രീജിത്ത് കൊടേരി. നേരത്തെയും നിരവധി ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ 2017 ക്രൂരമായ ഒരു പോലീസ് മർദ്ദനത്തിന്റെ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.